വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗർഭിണികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5000 രൂപ വെറുതെ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, PMMVY എന്ന് പറഞ്ഞൊരു സ്കീമിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് ഞാൻ കണ്ടു. ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കമൻറ്റ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിരിക്കുന്നു. കുറേ അമ്മമാർ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന്. അതിനെപ്പറ്റി ഇപ്പം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. PMMVY എന്ന് പറഞ്ഞൊരു സ്കീമാണിത്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ആദ്യത്തെ ചെക്കപ്പ്, അതായത് നമ്മുടെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടാവും നമ്മുടെ തൊട്ടടുത്തുള്ളത്. അവിടെ പോയിട്ട് നമ്മൾ ആദ്യം നമ്മൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ആശാ വർക്കറെ കോൺടാക്ട് ചെയ്യുമല്ലോ, വരെയാണ് ഫസ്റ്റ് അറിയിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അംഗൻവാടി വർക്കറിനെ അറിയിക്കണം. അപ്പോൾ അവർ കുറച്ച് ഇങ്ങനത്തെ സ്കീമിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് പറയുക. നമുക്ക് ഈ ഒരു PMMVY എന്ന് പറഞ്ഞൊരു സംഭവത്തിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വേണ്ടത് ആധാർ, അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുക. അപ്പോൾ ആ നിൽക്കുന്ന വീടിൻ്റെ അഡ്രസ്സിലുള്ള ഒരു ID പ്രൂഫ് നമുക്ക് വേണം. റേഷൻ കാർഡ് മാറ്റി പേര് നമ്മുടെ അവരുടെ വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ റേഷൻ കാർഡിൽ നമ്മുടെ പേര് ചേർത്തിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിൻ്റെ കോപ്പി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു പ്രൂഫാണ് ഇശ്രം കാർഡ് എന്ന് പറയും. ഇശ്രം കാർഡ് അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു 1 ഇയർ ആയ തൊട്ട് മുമ്പ്, ഒരു 1 ഇയർ മുമ്പ് ഇശ്രം കാർഡാണ് വെച്ചത്. പകരം റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ റേഷൻ കാർഡ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അംഗൻവാടി വർക്കർ ടീച്ചറോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടി വന്നത് ആധാർ കാർഡ്, അതുപോലെ ഇശ്രം കാർഡ്, പിന്നെ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ചെക്കപ്പ് ചെയ്യണം. ഗവൺമെൻറ് ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ അവർ നമുക്കൊരു ബുക്ക് കിട്ടും. അത് കുട്ടിയുടെയും കൂടി ബുക്കാണ്, അമ്മയുടെയും കുട്ടിയുടെയും കൂടിയുള്ള ബുക്കാണ്. ബുക്കിൽ നമ്മുടെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ ലാസ്റ്റ് പീരീഡ്സ് ആയിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഫസ്റ്റ് പേജിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. ആ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിനും അതുപോലെ നമ്മൾ TT എടുക്കുമല്ലോ, അമ്മമാർ TT എടുക്കണം. 2 ഡോസ് ഉണ്ടാവും. ആ TT എടുത്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് ടീച്ചർ കറക്റ്റായിട്ട് പറയും. അവർക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർ പറയും. പിന്നെ ബാങ്കിലേക്കാണ് നമ്മുടെ ഈ പൈസ വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ടത്. വളരെ നിസ്സാരം, നമ്മുടെ കയ്യിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മുടെ അംഗൻവാടി ടീച്ചർക്ക് കൊടുക്കുക. ഈ ശ്രം കാർഡ് എടുക്കാനായിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്കത് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമുക്ക് കാർഡല്ല, ഒരു PDF അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് അവരെ തന്നെ തരികയെ. അപ്പം തന്നെ നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യം നടക്കും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് 5000 രൂപയാണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്ക് 5000 രൂപ കിട്ടും. രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് 6000 രൂപയാണ് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. കിട്ടാതെ ഇരിക്കില്ല, കിട്ടും. കുറച്ച് സമയം വേണം. എനിക്കിപ്പോൾ ആദ്യത്തെ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ആദ്യം ഒരു 3000 രൂപ, പിന്നെ കിട്ടാനുള്ളത് 2000 രൂപ. 2000 രൂപ എനിക്ക് വന്നിട്ടില്ല, അത് അടുത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ആദ്യത്തെ ഗഡു എനിക്ക് വന്നത് ഡെലിവറിക്ക് തൊട്ട് മുമ്പാണ്. എൻ്റെ പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു 5000 രൂപ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഒരു സഹായമാണ്. നമുക്കിപ്പോൾ വലിയ സേവിങ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു 5000 രൂപ നമുക്ക് നമ്മുടെ അവകാശമായിട്ട് നമുക്ക് ഗവൺമെൻറ് തരുമ്പോൾ ഒരു സന്തോഷമാണ് വരുമ്പോൾ. ടൈം എടുക്കും കേട്ടോ. നമ്മൾ എപ്പോഴും വിളിച്ചിട്ട് അംഗൻവാടി ടീച്ചറെ വിളിച്ചാൽ എന്താ പൈസ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇനി അപ്ലൈ ചെയ്തു, അതൊരു കാര്യം. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഓൺലൈൻ ത്രൂ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ട്രാക്ക് ചെയ്യേണ്ട ID എനിക്ക് കാണാതെ അറിയില്ല. ഞാൻ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ സൈഡിൽ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ID കയറുക. ആ ID കയറിയിട്ട് നമ്മൾ ടീച്ചർക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ടുള്ള ആ നമ്പർ അവിടെ കൊടുക്കുക. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് OTP വരും. അതുപോലെ
അവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും. ആ ക്യാപ്ഷൻ നമ്മൾ തെറ്റാതെ കൊടുക്കുക. ഞാൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒക്കെ കൊടുത്ത് കയറുമ്പോൾ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ പെൻഡിങ്, സബ്മിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും എവിടെ വരെ എത്തി നമ്മുടെ ആപ്ലിക്കേഷൻ. ലാസ്റ്റ് ഉള്ളത് പേയ്മെൻ്റ് ആണ്. അതിനു മുമ്പ് കുറേ കടമ്പകൾ കിടക്കാണ്ട് ആശാ വർക്കർ അക്സെപ്റ്റ് ചെയ്യണം, അതുപോലെ CDPO സൂപ്പർവൈസർ, അങ്ങനെ അതുപോലെ ഓൾ ഇന്ത്യ നമ്മുടെ ഹെഡ് മുകളിൽ വരെ നമ്മുടെ ആപ്ലിക്കേഷൻ എത്തും. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ടൈം എടുക്കും, ഒരു 3-4 മാസമൊക്കെ എടുക്കും. ചിലപ്പോൾ ഫുള്ള് കുട്ടിക്ക് 1 വയസ്സൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ പൈസ വരിക. അപ്പോൾ എന്തായാലും ക്ഷമ വേണം. എന്തായാലും നമുക്ക് കിട്ടാതെ പോവില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. ഒരു ചെറിയ കാര്യമാണ് ഇത്, ആരും മിസ്സാക്കരുത്. അതുപോലെ കുറച്ച് നമ്മൾ ലാസ്റ്റ് മെൻസസ് ആയിട്ടുള്ള ടൈം തൊട്ട് കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഇതിനുള്ള വാലിഡിറ്റി ഉള്ളൂ, അപ്ലൈ ചെയ്യാൻ ടൈമുള്ളൂ, അല്ലെങ്കിൽ അത് എക്സ്പയർ ആവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മളിത് ടീച്ചറായിട്ട്, അംഗൻവാടി ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.